പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രം പല ലക്ഷണങ്ങളായി സ്ത്രീ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒന്നാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് പല സ്ത്രീകളെയും പെൺകുട്ടികളെയും ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രോഗമാണ് PCOD അഥവാ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രം. ഹോർമോൺ പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിന് കാരണമാകുന്നത്. PCOS വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ വന്ധ്യത അടക്കമുള്ള പല പ്രശ്നങ്ങൾക്കും കാരണമാകും. ഓവറിയിൽ സിസ്റ്റുകൾ വന്നു നിറയുന്ന അവസ്ഥയാണിത്. PCOD ബാധിച്ചു കഴിഞ്ഞ സ്ത്രീകളിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ചെറുതൊന്നുമല്ല. ശരീരത്തിൻ്റെ ഘടനയെ പോലും ബാധിക്കുന്ന ഒന്നാണ് ഈ ഹോർമോൺ ഇംബാലൻസ്. ഇത് നമ്മുടെ ശരീരത്തിൽ പല ലക്ഷണങ്ങളും കാണിക്കും. അതിലൊന്നാണ് നമ്മുടെ പീരീഡ്സ് ഇറഗുലറായിട്ട് വരിക എന്നുള്ളത്. ആർത്തവ ക്രമക്കേടുകൾ PCOS വരുന്നവരിൽ സാധാരണയാണ്. ആർത്തവ സമയത്ത് അമിത രക്തസ്രാവം ഉണ്ടാകുന്നതും PCODയുടെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. എല്ലാ മാസവും ആർത്തവം വരില്ല. ആർത്തവ ബ്ലീഡിംഗ് ആദ്യ 4 ദിവസ ശേഷം ഉണ്ടാകും. ഇത് ചിലപ്പോൾ 10 ദിവസം വരെ നീണ്ടു നിൽക്കും. കടുത്ത വയറുവേദനയും ഉണ്ടാകും. വിവാഹശേഷം അണ്ടവളർച്ച ഇല്ലാത്തതിനാൽ ഫെർട്ടിലൈസേഷൻ നടക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അതുമാത്രമല്ല, ഫെർട്ടിലൈസേഷൻ നടന്നാൽ തന്നെ നമ്മുടെ യൂട്രസിൻ്റെ ഭിത്തിയിൽ ഈ ഒരു ഭ്രൂണത്തിന് പറ്റിപ്പിടിച്ച് വളരാൻ സാധിക്കണമെന്നുമില്ല. മാത്രമല്ല, PCOD ഉള്ളവർക്ക് അബോർഷനുള്ള സാധ്യതയും കൂടുതലാണ്. അടുത്തത്, കാരണങ്ങളൊന്നും കൂടാതെ നമ്മുടെ ശരീരഭാരം വർദ്ധിക്കുന്ന അവസ്ഥയാണ്. വളരെ ചെറിയ കാലയളവിൽ ഉള്ളിൽ തന്നെ നമ്മുടെ ശരീരവണ്ണത്തിന് അനുപാതികമല്ലാത്ത വർധന ഉണ്ടാകുന്നത് നമ്മളിൽ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രം ബാധിച്ചിരിക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. മുഖത്തും മറ്റുമുണ്ടാകുന്ന രോമ വളർച്ച ഇതിൻ്റെ മറ്റൊരു ലക്ഷണമാണ്. ഇതും ഹോർമോൺ ഇംബാലൻസ് മൂലം ഉണ്ടാകുന്നതാണ്. നമ്മുടെ സ്കിന്നിൽ നിറവ്യത്യാസങ്ങൾ വരുന്നതും പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസിൻ്റെ ലക്ഷണമാകാം. അകാരണമായിട്ട് നിറം ഇരുണ്ടു തുടങ്ങുന്നത് ഒരു സൂചനയാണ്. കവിളുകളിൽ കറുത്ത പാടുകൾ വരുന്നത് മറ്റൊരു ലക്ഷണമാണ്. വലിയ പാടുകളാണ് PCOD ബാധിച്ചവരിൽ സാധാരണയായിട്ട് കണ്ടുവരാറുള്ളത്. മുടിയിഴകളുടെ കട്ടി കുറയുന്നതും അമിതമായ മുടി കൊഴിച്ചിലും ഈ അവസ്ഥയുടെ വിവിധ കാരണങ്ങളിൽ ഒന്നാണ്. അതിനാൽ പതിവിലധികം മുടി കൊഴിയുന്നുവെങ്കിലോ നമ്മുടെ മുടിയിഴകൾ നേർത്ത് വരുന്നുവെങ്കിലോ അത് ശ്രദ്ധിക്കണം. ഹോർമോൺ ഇംബാലൻസ് മൂലമുണ്ടാകുന്ന ഈ അവസ്ഥയ്ക്ക് പല കാരണങ്ങളുണ്ട്. പാരമ്പര്യം, നമ്മുടെ ജീവിതശൈലിയിലെ പ്രശ്നങ്ങൾ, അമിതമായ അളവിൽ ഇൻസുലിൻ തുടങ്ങിയവയെല്ലാം ഇതിന് കാരണമാകാം. ആരംഭഘട്ടത്തിൽ തന്നെ ചികിത്സിച്ച് ഭേദമാക്കിയില്ലെങ്കിൽ പിന്നീട് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകും. PCODക്ക് ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ഭാവിയിൽ അമിതവണ്ണം, ദുർമേധസ്, ഫാറ്റി ലിവർ, ഇൻസുലിൻ ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ, കൂടുതൽ അളവിൽ പുരുഷ ഹോർമോൺ ഉൽപ്പാദനം എന്നിവയെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പോലെയാകും. ഈ പറഞ്ഞവയൊക്കെ PCOD ഉള്ളവരിൽ കാണുന്ന ലക്ഷണങ്ങളാണെന്ന് കരുതി ഇതിലേതെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് എല്ലായ്പ്പോഴും PCODയുടെ ലക്ഷണമാകണമെന്നുമില്ല. മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് നിങ്ങൾക്ക് PCOD തന്നെയാണോ എന്ന് ഉറപ്പിക്കുകയും PCOD ഉണ്ട് എങ്കിൽ അതിന് വേണ്ട ചികിത്സകൾ തേടുകയും വേണം.